ഗായ്സ് എന്തെങ്കിലും ശേഷം സ്വാഗതമായിരിക്കുന്നു പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കറണ്ട് സിറ്റുവേഷൻ വീഡിയോ ചെയ്യാനായിട്ട് കുറേ ആയി പലരും റിക്വസ്റ്റ് ചെയ്യുന്നു. യു കെയിലെ എന്താണ് കറണ്ട് സിറ്റുവേഷൻ, സ്റ്റുഡൻസിൻ്റെയും ഇല്ലെങ്കിൽ ഇവിടെ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരുടെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഈ അടുത്ത് നിയമമാറ്റങ്ങൾ വന്നതിനെ തുടർന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇവരെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാനായിട്ട്, അത് ഇനി വരാൻ നിൽക്കുന്നവർക്കാവാം, ആർക്ക് വേണമെങ്കിലും അവർക്ക് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനലൊന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ് തുടങ്ങല്ലേ. അതെ, നമ്മുടെ യു കെ കറണ്ട് സിറ്റുവേഷൻ, ഞാൻ ഈ കറണ്ട് സിറ്റുവേഷൻ്റെ വീഡിയോ ചെയ്തിട്ട് എനിക്കൊന്ന് വർഷങ്ങളായി, കുറേ വർഷങ്ങളായി ഞാൻ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അത് യു കെയിലുള്ളവർ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ അവസ്ഥകൾ ഇപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. കാരണം എനിക്ക് ഡെയിലി 1-to-1 കൺസൾട്ടേഷൻസിലൂടെ പലരും പല ഡൗട്ട്സുകൾ ചോദിക്കുന്നതിലും വിദേശ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നതിലും ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഇല്ലെങ്കിൽ നിയമങ്ങളിൽ പല സംശയങ്ങൾ വരുന്നത് നമ്മുടെ സോൾ സെറ്റേഴ്സിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കൺസൾട്ടേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, പിന്നെ നമ്മുടെ സർക്കിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഇതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത്, പിന്നെ നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. യു കെയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ശുഭ സൂചനകളല്ല എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്തു പറയാം. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. യു കെയിലേക്ക് ഈ 2023, 24, 25 ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിനകത്ത് കുറച്ച് സ്റ്റുഡൻസിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പണ്ടെല്ലാ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒരു 10% സ്റ്റുഡൻസ് ഇല്ല, എന്നാലൊരു 5-6% സ്റ്റുഡൻസ് നമുക്കറിയാം ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, നല്ല കമ്പനികളിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ നാളേക്ക് ഒരു സക്സസ് സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സക്സസ് സ്റ്റോറീസ് നമ്മൾ ഈ അടുത്ത് കേട്ടായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ഒരു എന്തുകൊണ്ട് അവർ പ്ലേസ്ഡായി, അതൊക്കെ അവിടെ അവർ പഠിച്ച അതേ ഫീൽഡിൽ തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത്. കേരള വിസയല്ല ഞാൻ പറയുന്നത്, അവർ പഠിച്ച അതേ ഫീൽഡിൽ ജോലി കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു 7% പണ്ടും അത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇപ്പോഴും അത്രയൊക്കെ തന്നെ ഉണ്ട്. കാരണം ആ ഒരു ജോബിന് ഇവിടെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ തന്നെ നല്ല സ്കില്ലുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ലാംഗ്വേജ് ഉള്ള ആളുകൾ, ഇവിടെ വന്നിട്ട് അതിനു വേണ്ടി നല്ല ഒരു ഡിറ്റർമിനേഷനോടുകൂടി അത് ട്രൈ ചെയ്ത ആളുകൾ, ഇവർക്കൊക്കെ ഇപ്പോഴും ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു 5-6% ആളുകൾ അത് എന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഒരു നിയമം അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് എത്ര സാലറി ത്രെഷോൾഡ് വന്നു കഴിഞ്ഞാലും ഗവൺമെൻറ് അവരെ ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തു. അതല്ലാതെ തന്നെ നമുക്കറിയാം ഒരു 10-50 മേലെ ശതമാനം ആളുകൾ ഇവിടെ കെയർ വിസ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. താല്പര്യമില്ലാതെ പോലും കെയർ വിസ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരും, അതേപോലെ തന്നെ ഇനി അതല്ലാതെ വേറെ വഴിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നവരും അനേകം ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ കെയർ വിസയുടെ നിയമം അനുസരിച്ചിട്ട് പുതിയ ആളുകൾക്ക് നാട്ടിൽ നിന്ന് ഇനി കെയർ വിസയിൽ വരാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് പ്രയോറിറ്റി ഉള്ളത്. അതിപ്പോൾ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ യു കെയിൽ വർക്ക് ചെയ്ത സ്റ്റുഡൻസിന് ഏതെങ്കിലും കെയർ ഹോമിൽ മിനിമം 3 months എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടും. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ജോബുകൾ അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് ഒരു നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കെയർ ഹോമുകളിൽ മാക്സിമം അവിടെ തന്നെ നിൽക്കാൻ നിങ്ങൾ നോക്കുക. അതിന് നിങ്ങൾ HR-ന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കുക. കാരണം HR-നും അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം പുതിയ ആളുകൾ ഇതിനകത്തേക്ക് വരുന്ന ഇങ്ങോട്ട് സ്റ്റുഡൻസായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡീസിനൊക്കെ വരുന്ന ആളുകൾ വളരെ കുറവാണെന്നുള്ള കാര്യങ്ങൾ ബോധത്തോടുകൂടി എടുത്ത് സംസാരിക്കുക. ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് ഒരു സ്പോൺഷിപ്പ് തരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരുടെയും കൊടുക്കുന്നില്ല. അതിൻ്റെ ഇടയിലും ഒരുപാട് ഏജൻസികൾ ഇപ്പോഴും കെയർ വിസ തരാമെന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്നതിനുള്ളതായിട്ട് അറിയാൻ സാധിച്ചു. അവരുടെ ഗതികേട് കൊണ്ട് പൈസ കൊടുക്കുന്നു. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ പൈസ കൊടുക്കേണ്ട ആളുകൾ പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനകത്തൊരു കുറവും വരുന്നില്ല. അപ്പോൾ പൈസ പോകുന്നവരുടെ എണ്ണം, അത് കുറേ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്. അതോടൊപ്പം തട്ടിപ്പിൽപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. നിരാശയുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ അതല്ലാതെ തന്നെ പലരും അവരവരുടെ ജോബ് പഠിച്ച വിഷയത്തിൽ തന്നെ ജോബ് വേണമെന്ന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുറേയധികം സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബാക്കിയുള്ള ശതമാനം ആളുകൾ
അപ്പോൾ അതിനകത്തൊരു 10% ആളുകൾ അവർക്ക് ഇവിടെ നിൽക്കാനേ താല്പര്യമില്ല. അവർ 10 എനിക്കൊന്ന് ഇപ്പോൾ കൂടി, അത് 10 20 നിങ്ങൾ ഇഷ്ടം പോലെ ശതമാനം നിങ്ങൾ കയറ്റിക്കും. ഒരുപാട് ആളുകൾ ഇവിടെ ഒന്ന് സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകണമെന്ന്, പിന്നെ ഈ കൺട്രി മടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിനെക്കാട്ടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി മറ്റ് രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ മടങ്ങി ചെല്ലുക തന്നെ. ഒരു സർട്ടൺ എമൗണ്ട് ആളുകൾ ഇവിടെ പഠിച്ച വിഷയത്തിൽ ജോലി നേടാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്, ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഫ്രഷറായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് പലരും കൺസൾട്ടേഷനിൽ വിളിച്ചിട്ട് അവർക്ക് ഇനി മാസങ്ങളെ ഉള്ളൂ. പിന്നെ ഏറ്റവും ദുരന്തമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2-3 മാസങ്ങളിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയി? അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ സെൽഫ് സ്പോൺസർഷിപ്പ്, ഇപ്പോഴും സെൽഫ് സ്പോൺസർഷിപ്പ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ അത് പരിശ്രമിക്കണം. 2, ഇപ്പോഴത്തെ സാലറി കൂട്ടിയത് കൊണ്ട് തന്നെ അത് ഇച്ചിരി കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അറിയാം തൊട്ടടുത്ത രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല കൈൻഡ് ഓഫ് വിസകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഡെൻമാർക്ക് പോസിറ്റീവ് ലിസ്റ്റ്, അതുപോലെ ഓതറൈസേഷൻ സ്കീം, അതുപോലെ തന്നെ സാലറി ലിമിറ്റ് സ്കീം, ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും വന്നിട്ട് അവസാന നിമിഷം ചോദിക്കുമ്പോൾ ഷെങ്കൻ വിസ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും. മിനിമം ഒരു 6 മന്ത്സിൻ്റെയൊക്കെ വിസ ഉണ്ടെങ്കിൽ ഷെങ്കൻ വിസയൊക്കെ അടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതും കിട്ടാത്തൊരവസ്ഥയിൽ വരുന്ന സമയത്ത് ഇവർക്കൊരു ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് പോകും. നമുക്കും വിഷമം വരും. അപ്പോൾ സിറ്റുവേഷൻ വൈസ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ നിൽക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഏജൻസി പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് UK കയറി വരരുത്. ഇവിടെ കോഴ്സ് എടുത്ത് വരുന്ന സമയത്ത് കോഴ്സിന് എന്തെങ്കിലും ഇവിടെ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ജോബ് കിട്ടുമെന്ന് നോക്കുക. നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷനും കറണ്ട് എഡ്യൂക്കേഷനുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും ഇപ്പോൾ എടുക്കാൻ പോകുന്ന കോഴ്സുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ബന്ധം വേണോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫ്യൂച്ചറിൽ ജോലി വേണമെന്ന് നോക്കുക. അതിന് ഇവിടുത്തെ ഷോർട്ടേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടുള്ള കുറേ സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്തിന് UK വരുന്നതാണ് നല്ലത്. അല്ലാതെ നിങ്ങൾ ഒരു MBA എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം എടുക്കാൻ, MBA ഒക്കെ എടുക്കാം. നിങ്ങൾക്കൊരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഇവിടെ ഒരു മാസ്റ്റേഴ്സ് എടുത്ത് ഇതിൽ തന്നെ ഒരു MBA എടുത്ത് നിങ്ങൾ ഇവിടെ ഒരു ജോബ് ട്രൈ പോസിബിലിറ്റീസ് ഉണ്ട് കിട്ടാനായിട്ടുള്ളത്. അല്ലാതെ ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിട്ട് ഇച്ചിരി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് അങ്ങനെ ഇപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ കൺട്രിക്ക് കൊള്ളാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു വരുന്നവരും ഒരുപാട് പേര് കൺസൾട്ടേഷനിൽ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ വളരെ ആക്സസ്, ഇപ്പോൾ നിങ്ങൾ ഏജൻസി പോകുമ്പോൾ ഏജൻസി അവർ കിട്ടിയതൊക്കെ വായ്പൊന്നൊക്കെ വിളിച്ച് പറഞ്ഞ് കിട്ടിയ കോഴ്സ് തലയിൽ വെച്ചിരുന്നവർ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഏജൻസി, ഏത് ഏജൻസി ത്രൂ പൊക്കോട്ടോ അത് കുഴപ്പമില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ഇവിടെ ആ ഒരു കോഴ്സിന് വല്ല ഗുണമുണ്ടോ എന്നറിയാം. ഓക്കെ, അതിന് ഞാൻ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ ഏത് ഏജൻസി ത്രൂ പോയാലും ഒരു നോ ഡൗട്ട് അതിനകത്ത് വരാം. അപ്പോൾ ഇനി വരാൻ നിൽക്കുന്നവർ അങ്ങനെ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ചുമ്മാ ഒരു കോഴ്സ് എടുത്ത് 2 വർഷം UK നിൽക്കുക, 3 വർഷം ഇവിടെ അടിച്ചു പൊളിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, പോവാന്നുള്ളതാണെങ്കിൽ ധൈര്യമായിട്ട് കയറി പോകുന്ന ഒരു പ്രശ്നമില്ല. UK ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ആണ്. അതായത് ബോർഡർ നമുക്ക് ഈ പറഞ്ഞ സ്റ്റുഡൻറ് വിസയിൽ മാത്രം വരാനായിട്ട് വേറെ ഒരു തരത്തിലും വേറെ ഒരു വഴിയിലും പോസിബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ജോലി കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്, ചോദ്യചിഹ്നമാണ്, സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. PSW 15 മാസത്തേക്ക് ആക്കാൻ പോണി ഈ വർഷം ലാസ്റ്റോട് കൂടി. അപ്പോൾ ഇതൊക്കെ കണ്ടും മനസ്സിലാക്കി മാത്രം UK 15 മാസം UK കാലെടുത്ത് വെക്കുക. ഓക്കെ, പാർട്ട് ടൈമിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ പാർട്ട് ടൈമിന് പണ്ടത്തെ പോലൊക്കെ തന്നെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് വന്നാൽ ചിലർക്ക് കിട്ടും, ചിലർക്ക് ചിലപ്പോൾ 1, 2, 3, 4 മാസം വരെ എടുക്കുന്ന ആളുകളുണ്ട്. ഇവിടെ വന്നിട്ട് 20 ദിവസം കൊണ്ട് ഇവിടെ നല്ല കമ്പനിയിൽ ജോലി കിട്ടിയ ആളുകളുണ്ട്. അതൊക്കെ ഡിപ്പെൻസ് ആണ്, ഓരോരുടെ എക്സ്പീരിയൻസും കാലിബറും നിങ്ങൾക്ക് ഇറങ്ങി അത് ട്രൈ ചെയ്യാനുള്ള താല്പര്യവും. അതേപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ആരും ജോലി കൊണ്ടുവന്ന് കയ്യിലെടുത്ത് വെച്ച് തരൂല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇറങ്ങി പണിയെടുക്കാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് കയറി വന്നു, ജോലി പാർട്ട് ടൈം വെക്കാം, നിങ്ങൾക്ക് ലഭിക്കും. സ്പോൺസർഷിപ്പിൻ്റെ കേസ് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ
ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നഴ്സിംഗ് കോഴ്സ് എടുത്താൽ പോലും ഇവിടെ NHS റിക്രൂട്ട്മെന്റ് ഇല്ല. പിന്നെ ഇൻ കൺട്രീസിൽ ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ കെയർ ഹോമുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നഴ്സിംഗിന്റെ കാര്യത്തിൽ അത് എവരിഗ്രീൻ എല്ലാ കൺട്രീസിലും ട്രൈ ചെയ്യാം. ഇവിടെ പഠിച്ചുകൊണ്ട് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അത് ഓൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ YPS യങ് പ്രൊഫഷണൽ സ്കീമിൽ വരാൻ നിൽക്കുന്നവരുടെ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോക്കകത്ത് എടുത്ത് പറയുന്ന പോലെ തന്നെ യങ് പ്രൊഫഷണൽ സ്കീം നാട്ടിൽ നല്ലൊരു ജോലി 10-50,000 രൂപ സാലറി, 1,00,000, അതായത് 80 രൂപയ്ക്ക് മേലെ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് മേലുള്ള സാലറി ഉള്ള കാരണം ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, അപ്പോൾ YPSന്റെ കയ്യിൽ നല്ല ജോലികളും പരിപാടികളൊക്കെ നിങ്ങൾ കളഞ്ഞു വരേണ്ട ദുബായിലും കാര്യങ്ങളൊക്കെ അല്ല. നിങ്ങൾക്ക് ജോലി കളഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺട്രിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തോന്നുന്ന ഡിപ്പാർട്ട്മെന്റുകാർ, ജോലിക്കാർ ധൈര്യമായിട്ട് കയറി വരിക. ഒരു സക്സസ് സ്റ്റോറി അടുത്ത ദിവസം ലോഡ് ചെയ്യുന്നുണ്ട്. YPSൽ വന്നിട്ടാണ് ഇവിടെ ഹിംഗ്ലി എന്ന് പറഞ്ഞ ഒരു പവർ പ്ലാന്റിൽ ജോലി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വരാം. പിന്നെ 2 വർഷം കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വരുന്നവർക്ക് YPSൽ കയറി വന്നോ, യങ് പ്രൊഫഷണൽ സ്കീമിൽ കയറി വന്നോ, 2 വർഷം പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, തിരിച്ചു പോവുക. സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയാണോ സ്റ്റുഡൻസിനുള്ളത് അതേ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ കയറി വരാൻ പറ്റുന്ന, ഒരു 30 വയസ്സിന് താഴെയുള്ള കയറി വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കീം അത് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് മാത്രമല്ല, എല്ലാവരും ഷെങ്കൻ വിസ എടുക്കുക. UK മാത്രം ജോബ് ഹണ്ട് ആക്കരുത്. നിങ്ങൾ തൊട്ടടുത്ത നിയറസ്റ്റ് കൺട്രീസിലൊക്കെ കയറി ചെല്ലാൻ പറ്റുന്നതൊക്കെ കയറി ചെല്ലുക. അവിടെ ഒരു 1-2 ആഴ്ചയൊക്കെ സ്റ്റേ ചെയ്ത് അവിടുത്തെ ജോബ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിച്ച് മെയിൻ റിക്രൂട്ട്മെന്റ് കമ്പനീസിനൊക്കെ നോക്കി അവിടെ ജോബിന് അപ്ലൈ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. കറന്റ് സിറ്റുവേഷൻ UKയുടെ ഇച്ചിരി മോശമാണ് ഇപ്പോൾ ജോബ് മാർക്കറ്റിന്റെ കാര്യത്തിൽ എല്ലാത്തിലും. പിന്നെ UK സ്കിൽഡ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും സ്കിൽഡ് വർക്കേഴ്സ് ഓൾറെഡി വിസയിൽ കയറിയവർക്കൊന്നും ഈ നിയമങ്ങളൊന്നും കറന്റ്ലി എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുമ്പോഴും റിന്യൂ ചെയ്യാൻ പോകുമ്പോഴും അവർ ഡിപ്പെൻഡ് നിർത്തുമ്പോഴും അല്ലെങ്കിൽ വിസ സ്വിച്ച് ചെയ്യുമ്പോഴും ആകെ പ്രശ്നം നമുക്ക് അവരുടെ സാലറി ത്രഷോൾഡ്, കറന്റ് സാലറി എത്രയാണോ അത് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികം. നമ്മൾ ഒരു 10 വർഷം മുമ്പ് പണിക്ക് കയറുമ്പോൾ നമുക്കൊരു 10 പൗണ്ടാണ് സാലറി. ഇപ്പോഴത്തെ സാലറി അയ്യോ അത് എനിക്ക് കിട്ടുന്നില്ല, തരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ പ്രശ്നമാണ്. സോ അത് ഇപ്പോഴത്തെ കറന്റ് സാലറി മീറ്റ് ചെയ്യുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഡിപ്പെൻഡ് കൊണ്ടുവരുന്നവരോ നിർത്തുന്നതോ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കുള്ള ആശങ്ക 5 years PR 10 yearsലേക്ക് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തൊരു കാര്യമാണ്. 5 yearsന്റെ PR ഇപ്പോൾ കറന്റ്ലി അതിനകത്ത് കൈവയ്ക്കാൻ ഗവൺമെൻറ് ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പെറ്റീഷൻസും കാര്യങ്ങളും അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇയർ എൻഡ് ലാസ്റ്റിൽ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ് സിറ്റുവേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ രണ്ടായിട്ട് പിളരുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. കാരണം ഈ പറഞ്ഞ പലസ്തീൻ്റെ കേസും പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇവിടെ വളരെ നമ്മളറിയാമല്ലോ നമ്മുടെ ഈ ക്രിസ്റ്റാമറിൻ്റെ പാർട്ടി ലെഫ്റ്റ് വിങ് ആണ്. അതിനകത്ത് ഒരു പ്യുവർ ലെഫ്റ്റ് വിങ് പറഞ്ഞിട്ട് ഒരു വേറെ ടീമും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഇതിനകത്ത് ക്ലാഷ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാർട്ടി ചില എംപിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാമർ നല്ല പ്രഷറുണ്ട്, പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റാമർ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. ഇതിനു മുമ്പും കുറേ മന്ത്രിമാർ വരുന്നു, ഇറങ്ങി പോകുന്നു, പുന്നെയും വരുന്നു, ആ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ സിറ്റുവേഷൻ പ്രഷറിലേക്കാണ് സ്റ്റാമർ പോകുന്നത്. കാരണം ഇവർ കുടിയേറ്റ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ലീഗൽ മൈഗ്രേഷനെ. അതെ, നമ്മളെ വായിലിട്ടാലും കടിക്കാത്ത ആൾക്കാരനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിപ്പിച്ച് അവർ കിട്ടുന്ന പൈസ അവർ വേണ്ട, ഞങ്ങൾ ഇല്ലീഗൽ മൈഗ്രൻസിനെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി കപ്പൽ വഴി ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. അവർക്ക് അസൈലം പരിപാടികൾ കുറേ അതിനെ പിടിച്ച് പുറത്താക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ നാടകങ്ങൾ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ആൻറ്റി ഇമിഗ്രൻറ്റ് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് മറ്റൊരു ടീം ഇറങ്ങിയിരിക്കുന്നു. ആകെ മൊത്തം ചളവിളി ആണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് UK പൊളിറ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PR-ന്റെ കാര്യം വരുമ്പോഴേക്കും ഇതേ അവസ്ഥയായിരിക്കും. നിങ്ങളെ പോലുള്ള ഓരോ സ്കിൽഡ് വർക്കേഴ്സും ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് പോകും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പെറ്റീഷൻസും കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തൊടാനുള്ള, ഇല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ
പോയിന്റ് ബേസ് സിസ്റ്റം ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ ഇവിടെ ഈ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ലീഗലായിട്ട് വന്നവർക്ക് ഒരു 5 years ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാതെ ഇവിടെ തന്നെ ചുമ്മാ ഇരുന്നിട്ട് നാച്ചുറലൈസേഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ചാടി വന്ന് 10 വർഷം ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ പണി കിട്ടാനും ഇവിടുത്തെ എക്കണോമിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ 10 വർഷം ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക. അതിനകത്തേക്ക് ഒരു പ്രശ്നവും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, നേരിടുക തന്നെ ഉള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവരും പറയുന്നത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഗവൺമെൻറ് ചിലപ്പോൾ തള്ളി പതിയെ നീക്കി അങ്ങോട്ട് പോവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് അത് റിവ്യൂ ചെയ്താൽ പോലും പോയിന്റ് ബേസ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ എലിജിബിൾ ആവും, നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കുക. അല്ലാതെ നമ്മുടെ സ്കിൽഡ് വർക്കർ വിസയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല. പിന്നെ ഇവിടെയുള്ള ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ വന്നിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മൾ UK വരുന്ന സമയത്ത് ഇവിടെ ഫാർ റൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു റൈറ്റ് വിങ് എന്നോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ സീൻ ഉണ്ടാകില്ല. അത് 2 വർഷം ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇമിഗ്രൻസിൻ്റെ അതിപ്രസരം ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഒരു ടീം അങ്ങോട്ട് ഇറങ്ങി, റൈറ്റ് വിങ് എന്ന് പറഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളാവുന്നുണ്ട്, പല സ്ഥലത്തും അടിയാവുന്നുണ്ട്. നോർത്തേൺ അയർലൻഡിലും ഇടയ്ക്കിടയ്ക്ക് കത്തുന്നുണ്ട്. അങ്ങനെയുള്ള റിയോട്ട്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു സിറ്റുവേഷനാണ്. UK ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വഷളായിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് മിക്കവാറും അടിമുടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ചിലപ്പോൾ വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റിഫോം പാർട്ടി ആയിരിക്കും. റിഫോം പാർട്ടി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യങ്ങളും ഈ വലിഞ്ഞേറി വന്നവന്മാർ കൊടുക്കരുത്, ഇല്ലെങ്കിൽ ഇമിഗ്രൻസിന് കൊടുക്കരുത് എന്നുള്ള ഒരു രീതിയിലുള്ള പാർട്ടിയാണ്. നെറ്റ് സീറോ മൈഗ്രേഷൻ അങ്ങനെയുള്ള കുറേ സെറ്റപ്പും പ്ലാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നല്ല സാഹചര്യമല്ല. അതുമാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ഇപ്പോൾ പണ്ടൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇമിഗ്രൻ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മിണ്ടാതെ പോകും. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ഇമിഗ്രൻ്റിനെ കണ്ടാൽ പോലും ഒരു അടിക്കുന്ന സിറ്റുവേഷനിലേക്ക് UK പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. UK മാത്രമല്ല, യൂറോപ്പിൽ എല്ലാവിടെയും. കഴിഞ്ഞ ദിവസം അയർലൻഡിൽ ഒരു ഇന്ത്യക്കാരനെ കാണിച്ചറിയാലോ, വളരെ ക്രൂരമായി നഗ്നനാക്കി മർദ്ദിക്കുന്ന കാര്യങ്ങളും. നോർത്തേൺ അയർലൻഡിലും UK പല ഭാഗങ്ങളിലും ഇന്ത്യക്കാർ ഉൾപ്പെടെ പലർക്കും മർദ്ദനം ഏറ്റുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലും സമാനമായ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ സമാധാനം ഒരു പതിയെ പോകാനുള്ള സാധ്യതകൾ ഫ്യൂച്ചറിലേക്ക് കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ കറൻ്റ് വലിയ സീനുകളില്ല. അവിടെ ഇവിടെയൊക്കെ പ്രൊട്ടസ്റ്റുകളും പരിപാടികളും ഇന്നും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും അത്രയ്ക്ക് വലിയ ടാസ്ക് ആയിട്ടില്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UK ഇനി ഇൻവെസ്റ്റ് ചെയ്യണോ, UK പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ഇനി ദുബായിരിക്കുമോ? അത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ് മാറ്റർ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് Airbnb പരിപാടിയൊക്കെ ചെയ്ത് നല്ല പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ദുബായിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ യുക്തിപരമായി റിസർച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോഴും അതിന് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. പുതിയൊരു ബിസിനസ് തുടങ്ങി എന്താണ് ഒരു സാഹചര്യം ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് നമ്മൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ ടേക്ക് അവേ പരിപാടി, കോർണർ ഷോപ്പ് പരിപാടി, കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വിസ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ല വിസ ഇല്ല, നിങ്ങൾ ഓൾറെഡി സെറ്റിൽഡാണ്, PR ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങുക. നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ല, എനിക്കൊരു പ്രശ്നം ഇല്ല. അതിനകത്ത് ഒരാളെ എടുക്കുമ്പോൾ എത്ര സാലറി കൊടുക്കണം എന്നുള്ളൊരു ടാസ്ക് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും ബാധകമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു വിസ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ നേടിയെടുത്ത് കിട്ടി വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ പറഞ്ഞ ഫുഡ് ട്രക്ക്, ഒരുപാട് പേര് ഫുഡ് ട്രക്ക്, അയ്യോ എത്ര പേരാണ് സെൽഫ് സ്പോൺസർഷിപ്പിൻ്റെ പേര് പറഞ്ഞ ഫുഡ് ട്രക്ക് ഇപ്പോൾ തുടങ്ങുന്നത്. ഈ ഫുഡ് ട്രക്കിൻ്റെ കേസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ ഈ പറഞ്ഞ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് ഒരു 41,700 ഒരു ഫുഡ് ട്രക്കൊക്കെ ഒരു ഇയർലി ഒരു 41,700 ഒക്കെ മീറ്റ് ചെയ്യുക. അതിൽ 2 പാർട്ട്നേഴ്സും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ എത്ര വരണം എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ഇൻകം അതിനകത്തേക്ക് വരുമോ എന്നുള്ളതിൽ നിങ്ങൾ ഫുഡ് ട്രക്ക് എടുക്കാൻ പോകുന്നവർ വളരെ റിസർച്ച് ചെയ്യുക. നിങ്ങൾ കൂടുതൽ വരികയാണെങ്കിൽ 1-to-1 കൺസൾട്ടേഷൻ എടുക്കുക, കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുമാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു പ്രൊജക്റ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ അതിന് മുമ്പ് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പോൾ വരുന്ന നിയമങ്ങൾ വന്നിട്ട് അവസാനം അത് തൂക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും വരരുത്. അപ്പോൾ കൺസൾട്ട് ചെയ്യുക, ലൊക്കേഷൻസ് മനസ്സിലാക്കുക, അതിൻ്റെ മറ്റ് വശങ്ങൾ മനസ്സിലാക്കുക. എന്ന ശേഷം അത് ഓക്കെയാണ്, സക്സസ് ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരു പ്രൊജക്റ്റിലും പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ സാലറി വൻ പാരയാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റും പരിപാടിയും കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. അതല്ലാതെ വളരെ യൂണീക്ക് ആയിട്ടുള്ള ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു AI സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നു,
അതല്ല നിങ്ങൾ റിന്യൂവബിൾ എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ എനർജി അതിൻ്റെ പരിപാടികൾ ചെയ്യാൻ പോകുന്നു. അതുപോലെ പല മറ്റങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളൊരു തോട്ട്സ് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്നതിനൊക്കെ എപ്പോഴും സ്വാഗതം. അതല്ലാതെ നമുക്ക് കാണുന്ന നോർമൽ ബിസിനസ്സുകൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കറന്റ് പൈസ കിട്ടുമായിരിക്കാം, പക്ഷെ അത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലാത്ത പക്ഷം മറ്റ് ബിസിനസ്സുകളൊക്കെ ഓക്കെയാണ്, ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓൾ ടുഗദർ ഒരു കാര്യം പറയുവാണെങ്കിൽ UK കറന്റ് കുറച്ച് പ്രശ്നമാണ്, ശരി പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും ഇവിടെ ഉള്ളവരും. ഓക്കെ, അതിനുശേഷം ബിസിനസ് തുടങ്ങണോ, സ്റ്റുഡൻറ് വിസയിൽ വരണോ, ഈ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് പോകണോ, ഇനി ഇവിടെ വർക്ക് പെർമിറ്റ് നോക്കണോ, ഇനിയിപ്പോൾ എന്താണ് സ്കിൽഡ് വർക്കർ വിസ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. എനിവേ, താങ്ക് യു. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉള്ള പോലെ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വിരോധം തോന്നുവാണെങ്കിൽ ക്ഷമിക്കുക.